ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സംഭവം വല്ല അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇത് കണ്ടു പിന്നെ ചിരിച്ചെന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല, നിങ്ങൾ തന്നെയാണ് അതിന് ഉത്തരവാദി. നമ്മുടെ ഗുരുവായൂരിൽ നിന്നും മത്സരിച്ച് 8 നിലയിൽ വട്ടത്തിലും നീളത്തിലും പൊട്ടിപ്പോയിട്ടുള്ള ഒരു ഒട്ടകത്തിനെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ ഒട്ടകത്തെ കാണാൻ വേണ്ടി സ്വജാതിയിൽപ്പെട്ടിട്ടുള്ള ഒരാന ഒന്ന് കുശലം അന്വേഷിക്കാൻ വേണ്ടി ആ വീടിൻ്റെ മുന്നിലോട്ട് പോവുമായിരുന്നു. പോയ സമയത്ത് ഈ ഒട്ടകമാണ് എന്ന് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ ആനയുടെ ഹാലിളകിയെന്ന് പറഞ്ഞാൽ പോരാ, കണ്ണി കണ്ടതും കൈ കിട്ടിയതും ഒക്കെ ചവിട്ടി പൊട്ടിച്ച് അങ്ങ് പണ്ടാരം അടക്കി 4 ഇഴയ്ക്കാണ് നമ്മുടെ ഒട്ടകൻ രക്ഷപ്പെട്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സംഭവം വഷളായി നാറണ്ട എന്ന് വിചാരിച്ചപ്പം ആശാൻ വീണ്ടും നെഞ്ചും പിരിച്ച് നടു റോട്ടിൽ വന്ന് നിൽപ്പുണ്ട്. ആന നശിപ്പിച്ചിട്ടുള്ള സാധനങ്ങൾക്കൊക്കെ ഇതിന് നഷ്ടപരിഹാരം കിട്ടണമെന്നും പറഞ്ഞിട്ടാണ് ഇപ്പം അവിടുത്തെ കുറച്ച് ആൾക്കാരൊക്കെ കൂടിക്കൊണ്ട് ആനയുടെ മുമ്പിൽ നെഞ്ചും പിരിച്ച് വന്നിരുന്നുണ്ട് ഇപ്പം ഗീർവാണം മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഗീർവാണം മുഴക്കാൻ നമ്മളങ്ങോട്ട് ഒട്ടും പിന്നിലോട്ടല്ലല്ലോ. സത്യം പറയാം, ആനയെന്നല്ല ഏതൊരു ജീവിക്ക് ഈ ജീവിയെ കണ്ടാൽ ഒന്ന് കുത്താനോ അല്ലെങ്കിൽ ഒന്ന് തോണ്ടാനോ ഒന്ന് എടുത്തെറിയാനൊക്കെ തോന്നും. കാരണം അതുപോലത്തെ പച്ച വർഗീയതയാണല്ലോ കേരളത്തിൽ ഇത്രയും നാളും ഈ വേട്ടാവളിയെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ത് പറയാനാണ്. 4 ഇഴയ്ക്കാണ് രക്ഷപ്പെട്ടെന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. നമുക്കെന്തായാലും ആ ഒരു വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നമ്മുടെ അൻസാരി സുഹരി ഉസ്താദ് നൈസായിട്ട് ഈ ഒട്ടകത്തിനൊരു പണി കൊടുക്കുന്നുണ്ട് കേട്ടോ. കേൾക്കാതെ പോകരുത്, ചിരിച്ചു മറിയല്ലോ. നമുക്ക് എന്തായാലും നേരെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഇവിടുത്തെ ഒരു 6-7 വീടുകൾ, ഒരു 10-12 വണ്ടികൾ. അപ്പോൾ ഈ ആനയെ കൊണ്ട് ആനയുടെ ഉടമസ്ഥൻ പോകാൻ നമ്മൾ അനുവദിക്കില്ല. അപ്പം അതിനൊരു ആരെങ്കിലും കേൾക്കേണ്ട കാര്യം, നിങ്ങളും കൂടി പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യം, ഇത്രയും പബ്ലിക് കൂടുതലുള്ള ഒരു ജനവാസ കേന്ദ്രത്തിലാണ് ഉദ്യോഗസ്ഥരെല്ലാവരും ആവശ്യപ്പെടുന്നത് ആന ഇവിടെ നിർത്തുന്നതും ജനങ്ങൾ കൂടുന്നതും കൂടുതൽ പ്രവേശനം ഉണ്ടാക്കുന്ന ഘട്ടം വരും. അപ്പോൾ അതുകൊണ്ട് നാശനഷ്ടങ്ങളുടെ കണക്കെടുക്ക് അവിടെ ആനയെ മാറ്റിയാലേ നടപ്പാക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് വേണം അവരൊന്നും ഒരു മിനിറ്റ്. അപ്പോൾ അത് നമുക്ക് നാശനഷ്ടങ്ങളുടെ കണക്കെടുത്തതിന് ശേഷം അതിന്റെ കോമ്പൻസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാക്കും. അപ്പോൾ അവരൊന്ന് എടുത്തോട്ടെ, ആനയെ മാറും. നിങ്ങൾ അങ്ങനെ ബലം പിടിച്ച ഒരു കാര്യം നമ്മൾ അങ്ങോട്ട് പറഞ്ഞ നമ്മുടെ കേൾക്കും. നിങ്ങൾ അതായത് നാശനഷ്ടങ്ങളുടെ കണക്കൊക്കെ നിങ്ങൾ എടുത്തോ. നമുക്കൊരു ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ, ഒന്നെങ്കിൽ മന്ത്രി അല്ലെ മേയർ അല്ലെങ്കിൽ MLA, ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ. അതിന് മുമ്പ് നിങ്ങളൊരു ഉറപ്പ് തന്നാൽ മതി, നാശനഷ്ടങ്ങൾക്ക് കോമ്പൻസേഷൻ തരും എന്ന് പറഞ്ഞാൽ നമ്മൾ പൊക്കോളൂ. നമുക്കൊരു പ്രശ്നമല്ല. കോമ്പൻസേഷന് കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ നാശനഷ്ടങ്ങളെ പട്ടിയെടുക്കുന്നത്. അല്ല, അങ്ങനെ കണക്കെടുക്കുന്നില്ല. ആ കണക്ക് നമ്മുടെ ആൾക്കാർ വന്നില്ലെങ്കിൽ നിങ്ങൾ ഇതിൽ ഈ ആനയുമായി ബന്ധപ്പെട്ട വിഷയത്തില് നാശനഷ്ടങ്ങൾ അതിലൊരു അവസരം ഉപയോഗിക്കരുത്. അല്ല അവസരമൊന്നുമില്ല. വളരെ കോടിയിലായിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പോയാലും പോയില്ലേ ഞാനിത് കുറെ കേസ് നടത്തിയിട്ടില്ല, എനിക്കറിയാം. ഇത് കഴിഞ്ഞാൽ പോത്തിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവര് പോകും. ഒരു തീരുമാനമാക്കാതെ പോകാൻ പറ്റില്ല. അല്ല, ഈ റെസിഡൻഷ്യൽ ഏരിയയിൽ ഒരു ആന വന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചുമതലപ്പെട്ട ആളുകൾ, അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, ഇവിടുത്തെ നാശനഷ്ടങ്ങൾക്ക് ആരാണ് ഉത്തരവാദിത്തം, അത്രേ ഉള്ളൂ. ഇപ്പോൾ മിനിസ്റ്റർ പറയണോ അത് നാശനഷ്ടങ്ങളുടെ കണക്കെടുത്തിട്ട് അതിന് പരിഹാരം നൽകാമെന്നാണ് ഇപ്പോൾ മിനിസ്റ്റർ പറഞ്ഞത്. ആ വാക്ക് നമ്മൾ വിശ്വസിക്കുന്നു, അത്രേ ഉള്ളൂ. എങ്ങനെ പോയാലും 5 വീട് തകർത്തിട്ടുണ്ട്. വീട് മുഴുവനായിട്ടല്ലെങ്കിലും വീട് തകർത്തിട്ടുണ്ട്. പിന്നെ കാറുകൾ ഒരു 3 കാറുണ്ട്, ഒരു 7 ബൈക്കുണ്ട്. ഇവരൊക്കെ തൊഴിലാളികളാണ്, പാവപ്പെട്ട ആൾക്കാരാണ്, തൊഴിലെടുക്കാൻ വന്ന ആൾക്കാരാണ്. അവരൊക്കെ ആ ബൈക്ക് ഇനി ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് ആരെങ്കിലും ഒരാൾ ഇതൊക്കെ കഴിഞ്ഞ് ഇവർ പോകും. അത് കഴിയുമ്പോൾ ഇത് 5 എൻ്റെ അല്ല, എൻ്റെ വീട് പണിയാൻ വന്ന ആ തൊഴിലാളികൾ, ഇവിടെയുള്ള പല ആൾക്കാരെയും പോയിട്ടില്ലേ. ഇതൊക്കെ കഴിഞ്ഞ് ഇവർ പറയാം ആനയൊന്നും വന്നിട്ടില്ല എന്ന് പറയും. വണ്ടി വണ്ടി നമുക്കത് ശരിയാക്കി കിട്ടണം. എല്ലാവരും അവിടെ പോയി കാണാം. നിങ്ങൾക്ക് പോയിക്കോളൂ, ഇങ്ങനെ കൂടെ പോയിക്കോളൂ. ആവശ്യം നാശനഷ്ടം കൊടുക്കുക, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എന്തിട്ടാണെങ്കിലും ആന ചവിട്ടിയാലും ഇനി എലി മാന്തിയാലും അതിന് നഷ്ടപരിഹാരം കിട്ടണം. നഷ്ടപരിഹാരം ഇഷ്ടം ചോദിച്ചത് ആരോടാണെന്നറിയാലോ, ഒരു മന്ത്രിയോട് തന്നെയാണ്. ആ മന്ത്രി തന്നെ ഉറപ്പ് പറയുന്നുണ്ട്, ഇതിന്റെ നാശനഷ്ടത്തിന്റെ കണക്കുകൾ എടുത്തിട്ട് ഞങ്ങൾ അത് വേണ്ട രീതിയിൽ പരിഹരിക്കുമെന്ന് പറയുമ്പോൾ ലവന്റെ തലയിൽ ചാണകമായതുകൊണ്ടും സ്വജാതിയിൽപ്പെട്ടിട്ടുള്ള മൃഗമായതുകൊണ്ടും
ആ മൃഗത്തിനെ ഇനി അതിൻ്റെ ഉടമസ്ഥനെയും വിടില്ല എന്നാണ്. നമ്മൾ വിടൂല കേട്ടോ, ഇതിനൊരു നഷ്ടപരിഹാരം കാണാൻ നമ്മൾ വിടൂല എന്ന് പറയുന്ന എന്താണ് നമ്മുടെ അൻസാരി സൂര്യ ഉസ്താദ് ഇത് കണ്ടപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് പറയാൻ എന്താണ് ഉള്ളതെന്ന് നമുക്ക് നോക്കിയാലോ. വാ, ബി ഗോപാലകൃഷ്ണൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ചേട്ടാ എൻ്റെ വീടിൻ്റെ മുമ്പിൽ എൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള 4 ബൈക്കുകളാണ് തകർത്തിരിക്കുന്നത്. അതുപോലെ കാറുകൾ തകർത്തിരിക്കുന്നു. ഇതുവരെ ഒരു ഒഫീഷ്യലായിട്ട് ഒരാളെ പോലും കാണാനില്ല ഇവിടെ. അതാണ് ഈ ആന എങ്ങനെ പോവുക, ആനയുടെ പിന്നാലെ നാട്ടുകാരും. ഇവിടെ പഞ്ചായത്ത് മെമ്പർമാരും MLA മാരും MP മാരും ഇല്ലടേ. ഞങ്ങളുടെ സ്വന്തം ഗോപാലേട്ടനെ ആന കുത്താൻ വരുന്നു, ഓടിച്ചിട്ട് കുത്താൻ വന്നു. ജസ്റ്റ് മിസ്സാ പോയത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതങ്ങനെ ഒരു നിഷ്കളങ്കമായ കുത്താമരമല്ല. ഏതോ പള്ളിയിൽ ഉറൂസിന് വന്ന ആനയാണെന്ന് സംശയിക്കുന്നു. ഇതിന്റെ പിന്നിൽ ഒളി അജണ്ട ഉണ്ടെങ്കിൽ ഞങ്ങളത് പുറത്തു കൊണ്ടുവരും. ഒരു കാര്യത്തിന് വിഷമമുള്ളൂ, ഗോപാലേട്ടനെയൊക്കെ തെരഞ്ഞു പിടിച്ചാണ് ആന കുത്താൻ വരുന്നത്. എന്തിനോ എന്തോ ആനയെ വാലേ ഗോതമ്പ് ക്യാഹേ. കറക്ക് നന്നായിട്ട് കറക്ക്, നല്ല സ്പീഡിന് പോളൂ. ഫസ്റ്റ് സെക്കൻഡിൽ ഞങ്ങളുടെ സ്വന്തം ഗോപാലേട്ടനെ ആന കുത്താൻ വരുന്നു, ഓടിച്ചിട്ട് കുത്താൻ വന്നു. ജസ്റ്റ് മിസ്സാ പോയത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതങ്ങനെ ഒരു നിഷ്കളങ്കമായ കുത്താമരമല്ല. ഏതോ പള്ളിയിൽ ഉറൂസിന് വന്ന. എന്താണെങ്കിലും ഉടനടി തന്നെ ആനയുടെ ജനന സർട്ടിഫിക്കറ്റും ആനയുടെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റൊക്കെ ഉടനെ എടുക്കണം കേട്ടോ. ഇതിനകത്ത് എന്തോ ദുരൂഹത ഉണ്ടായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിലും ഗോപാലൻജി താമസിക്കുന്ന റെസിഡൻസ് ഏരിയയിലേക്ക് മാത്രം ഇപ്പൊ ഈ ആന ഇങ്ങനെ വരേണ്ട കാര്യം എന്താ? അതിനകത്ത് എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ അല്ലെ. അത് നമുക്ക് അന്വേഷണത്തിലൂടെ കണ്ടെത്താനായിട്ട് സാധിക്കും. ഏതായാലും 7ഓളം ബൈക്കുകളും 4-5 വീടുകളും 2-3 കാറുകളുമാണ് ആന ചവിട്ടിപ്പൊട്ടിച്ചത്. ഈ ആന ചവിട്ടിപ്പൊട്ടിക്കാനായിട്ടുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആന വരുന്ന വഴിക്ക് ലവനെ കണ്ട് ആനയ്ക്ക് ഹാലിളകിയെന്നാണ് ആന പാപ്പാൻ പറയുന്നത്. എന്താണെങ്കിലും കേരളത്തിലെ ജനങ്ങൾ ഇത്രത്തോളം വെറുക്കപ്പെടുന്ന ഈ ഒരു ഒട്ടകത്തെ ഈ ആന പോലും കണ്ടപ്പോഴത്തേക്ക് അതിനൊന്ന് ചവിട്ടണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തെറ്റു പറയാൻ പറ്റുമോ? ഒരിക്കലും തെറ്റു പറയാൻ പറ്റത്തില്ല. എന്തായാലും ആ ആനയുടെ മുമ്പിൽ വന്ന് നെഞ്ചു വിരിച്ച് നിൽക്കാഞ്ഞത് ഭാഗ്യം കേട്ടോ. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ജി രക്ഷപ്പെട്ടത് കേട്ടോ. ഇനി ജി ഇത് വച്ചിട്ട് ഒരു അലക്കം അങ്ങോട്ട് അലക്കും. ഇനിയിപ്പോൾ പത്രങ്ങളും മാധ്യമങ്ങളിലും എല്ലാം ഈ ആനയെ ആരാണ് വിട്ടത്, എന്തിനാണ് ആനയെ വിട്ടത്, അതും എൻ്റെ ഏരിയയിലോട്ട് എന്തിനാണ് ആനയെ വിട്ടതെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ആയിരിക്കും ഇനി ചർച്ചകൾ പുരോഗമിക്കാൻ പോകുന്നത്. എന്തായാലും പുതിയൊരു സർക്കാർ രൂപം കൊണ്ടപ്പോൾ തന്നെ കല്ലുകടിയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ സത്യത്തിൽ ഇതിനകത്ത് എന്തോ ദുരൂഹതയുള്ളതായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം ഇവർക്ക് പറയാൻ വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ആ പാവം ആന ഇനി എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമോ എന്തോ ഹുദാഹവ ആകേണ്ട സ്ഥലത്ത് ജസ്റ്റ് മിസ്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്ക് എല്ലാവർക്കും ബൈ.